ഹായ് സ്വന്തങ്ങളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ കുടിച്ചോ? ഇപ്പോൾ സമയം 9:15. എല്ലാവരും ചായ കുടിച്ച് ജോലിക്ക് പോയിട്ടുണ്ടാവും, ചിലർ പോവാൻ ഇറങ്ങുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. എന്നാൽ ഞാൻ ചായ കുടിച്ചോട്ടെ. പിന്നെ ഇന്ന് എന്താണെന്നറിയില്ല, മനസ്സിന് എന്തോ ഒരു ടെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഷമം. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമം വന്നാൽ വീട്ടിലേക്ക് പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അതേമാതിരി ആണുങ്ങൾക്കാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. ഇതൊന്നുമില്ലാത്ത ആളാണ് ഞാൻ. മക്കളെ കണ്ടല്ലോ, മക്കൾ ചെറിയ മക്കളാണ്. ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാം, പക്ഷെ മൂപ്പരെങ്ങനെയാന്ന് വെച്ചാൽ, മോനിഷ ഈ ടെൻഷനാവല്ലേ, നിൻ്റെ ബാലൻസ് തെറ്റിപ്പോവും, എന്താ പറയുക, ഇനി ടെൻഷനായെന്നറിയാം. അങ്ങനെയുള്ള അടുത്ത് നമ്മളെ വിഷമം എന്ത് പറയാനല്ലേ. ഞാനൊന്നും അങ്ങനെ പറയാല്ല. പക്ഷെ പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ വേണമല്ലോ അല്ലേ, അല്ലെങ്കിൽ പ്രാന്തായി പോകൂലേ. മനസ്സ് തുറക്കാനുള്ള സ്ഥലം, അങ്ങനെ മനസ്സ് തുറക്കാനുള്ള സ്ഥലം എൻ്റെ വീട് എന്ന് പറയുന്നത് അമ്പലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട്. മക്കൾ വന്നിട്ട് ഒന്ന് അമ്പലത്തിൽ പോകണം. പിന്നെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ലൈഫിൽ വ്യക്തികളല്ലാണ്ട് ചില വസ്തുക്കൾ നമ്മളെ ലൈഫിൽ വല്ലാണ്ട് അട്രാക്റ്റീവായിട്ടുണ്ടാവും അല്ലേ. എന്താ വെച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എത്ര തന്നെ പഴക്കമുണ്ടെങ്കിലും ആരെന്നെ കളയാൻ പറഞ്ഞാലും നമുക്ക് തോന്നാത്ത ഒരു സംഭവമുണ്ട് അല്ലേ. അങ്ങനെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അവൻ മകനെ പോലെയാണ്. എത്ര പ്രായമായാലും എങ്ങനെ ആയാലും ഞങ്ങൾ അവനെ ഒഴിവാക്കില്ല. അങ്ങനത്തെ ആൾ ഇവിടെയുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവനെയാണ് ഞാൻ പറഞ്ഞ ഞങ്ങളെ മകൻ. നമ്മുടെ എന്താ പറയുക, ഓരോരോ ദുഃഖങ്ങൾക്ക് ഓടിയെത്തിയതും സന്തോഷങ്ങൾക്കായാലും നമ്മളൊപ്പം ഓടുന്നതും ഒക്കെ ഇവനല്ലേ. അപ്പം അവനൊരു വയ്യായ ഘട്ടത്തിൽ വന്നപ്പോൾ സൈഡായിപ്പോയി. എങ്ങനെ എടുത്തിട്ട് കളയാൻ തോന്നുക. ചില വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തും. ഇവനെ നന്നാക്കാൻ കൊണ്ടുപോയ സമയത്തെ അവിടുന്ന് പറഞ്ഞ് നിങ്ങൾ ആക്രി വിലയ്ക്ക് തരുമോയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ട ഒന്നും നോക്കിയില്ല, അവിടെ നന്നാക്കാനും കൊടുത്തില്ല, ഇങ്ങോട്ട് എടുത്തു പോന്നു. എന്നിട്ട് വേറെ സ്ഥലത്ത് കൊടുത്തു. 2007 സാധനം കേട്ടോ, 2007 വാങ്ങിയതാണ് കേട്ടോ. നമുക്കങ്ങനെയാണ് ചില വസ്തുക്കൾ. കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വണ്ടീൻ്റെ, അതല്ലാതെ പേഴ്സണലി എനിക്ക് എൻ്റെ ഓരോരോ ഓർമ്മകൾ പുതുക്കാൻ, ഓരോരോ ഓർമ്മകളെ താലോലിക്കാൻ വേണ്ടിയിട്ട് പല വസ്തുക്കളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ആദ്യമായിട്ട് തന്നൊരു ഡയറി, അല്ലാണ്ട് ഓരോരോ കാര്യങ്ങൾ, പൈസ ലാസ്റ്റായിട്ട് തന്നുപോയ 2 രൂപ പൈസ, അങ്ങനെ പലതും. പിന്നെ ഏട്ടൻ്റെ അച്ഛൻ മരിച്ചു. ഏട്ടൻ്റെ അച്ഛൻ, എനിക്ക് അച്ഛനും അമ്മയില്ല. അപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ്റെ പെന്ന്, ഇതൊക്കെ ഒരു, ഞാൻ അവരെ അച്ഛനെ കണ്ടിട്ടില്ല, അവിടുത്തെ അച്ഛനെ, ഏട്ടൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് മേടിച്ച് വെച്ചു. അതിൻ്റെ കയ്യിലുണ്ട്. ഓരോരോ ഓർമ്മകൾ അല്ലേ. വസ്തുക്കളായിക്കോട്ടെ, ജീവനുള്ളതായിക്കോട്ടെ, പ്രായം ചെല്ലുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ നോക്കൂലേ. എന്തിനാ അതിൻ്റെ ആവശ്യം? നാളെ നമുക്കും ഒരു കാലം ഇങ്ങനെ വരൂലേ. ഈ പ്രായമുള്ള വസ്തുക്കളായാലും ജീവികളായാലും, മനുഷ്യനെ മാത്രമല്ല ഉൾപ്പെടുത്തിയ, നായയായിക്കോട്ടെ പൂച്ചയായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരു കാലത്ത് അവർക്ക് പവറുള്ള സമയത്ത് നമ്മളൊപ്പം നിന്ന് സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും നിന്നവരാണല്ലേ. അതില്ലാത്തവന് അതിൻ്റെ വില അറിയും. ബൈ.
ഇന്നെന്തായാലും ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ, എനിക്കറിയില്ല, ഞങ്ങളിവിടെ പുതിയതാണല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. നമ്മൾ ഇതൊക്കെ കേൾക്കാം, പ്രാർത്ഥനകളൊക്കെ കേൾക്കാം, പാട്ടുകളൊക്കെ. അപ്പം ഞാൻ പോയിട്ടില്ല. ഹസ്ബൻഡും മക്കളും ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ല. അപ്പം മക്കളുമായിട്ട് പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബായ്. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ബാഡൊന്നും അല്ല കേട്ടോ, ഗുഡ് തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോവല്ലേ, അതുകൊണ്ട് കേട്ടോ. ബായ്.